ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് നമ്മളിവിടെ കേക്കിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓൺലൈനിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് പൊതിഞ്ഞ് വരുന്ന ഇതുപോലത്തെ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പേപ്പർ കണ്ടപ്പോൾ തോന്നിയ ഒരു ക്രാഫ്റ്റ് ഐഡിയയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് പിസ്ത ഷെൽസ് ആണ്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള കേക്കിൻ്റെ ബോർഡിൽ പേന വെച്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം. വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പേപ്പർ നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുള്ള കേക്കിൻ്റെ ബോർഡ് ഇതുപോലെ നമ്മൾ ആ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മളിത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്കത് വലിച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കിലായിട്ട് ഫെവി ബോണ്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ പേപ്പർ നല്ലതുപോലെ വലിച്ച് ഇതിൻ്റെ ബാക്കിലേക്ക് ഒട്ടിച്ചെടുക്കണം. കുഞ്ഞുമോള് ലിപ്സ്റ്റിക്ക് വാങ്ങിയപ്പോൾ അത് പൊതിഞ്ഞ് വന്ന പേപ്പറാണിത്. ഇത് കണ്ടപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക്. ശരിയായി കിട്ടുമോ എന്താ എന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മളത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇത് വെച്ചൊരു തേനീച്ചക്കൂടാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്കിനി വൈറ്റ് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ചുമരിൽ തൂക്കിയിടാനുള്ളത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ ആ വൈറ്റ് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിന് ചുറ്റുമുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ തേനീച്ചക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ബ്രൗൺ കളർ പെയിൻറ്റ് കുറച്ചൊന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ബ്രൗൺ കളർ പെയിൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കുറച്ചൊന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറന്നു പോകരുതേ. ഇനി നമ്മുടെ തേനീച്ചക്കൂടിൽ തേനീച്ചകൾ വേണ്ടേ. അപ്പോൾ നമുക്കത് പിസ്ത ഷെൽസ് വെച്ച് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ തേനീച്ചയുടെ ചിറകുകളാണ് വരച്ചെടുക്കുന്നത്. അത് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ആ പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതിൻ്റെ രണ്ടറ്റവും ചെറുതായി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പിസ്ത ഷെല്ലിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ചെറിയതായതുകൊണ്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്കിത് ഒട്ടിച്ച് നോക്കാം. ഒട്ടിച്ചതിന് ശേഷം കുറച്ച് സമയം നമ്മളതൊന്ന് പിടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആദ്യം യെല്ലോ കളർ പെയിൻ്റ് ഒന്ന് കൊടുത്തെടുക്കണം. ഈ ഒരു ഭാഗത്ത് നമ്മൾ യെല്ലോ കളർ പെയിൻ്റാണ് കൊടുത്തെടുക്കുന്നത്. ഇതിൻ്റെ തലയുടെ ഭാഗത്ത് നമുക്ക് ബ്ലാക്ക് കളർ പെയിൻ്റാണ് കൊടുത്തെടുക്കേണ്ടത്. യെല്ലോ കളർ പെയിൻറ്റ് ഇതുപോലെ കൊടുത്തെടുത്തു. ഇനി നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്തെടുക്കാം. നമ്മളിതിൽ യെല്ലോ കളർ പെയിൻറ്റ് കൊടുത്തെടുത്ത ഭാഗത്ത് ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ച് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ ചിറകുകളിൽ വൈറ്റ് കളർ പെയിൻറ്റ് കൊടുത്തെടുക്കാം. വൈറ്റ് കളർ പെയിൻറ്റ് ചിറകുകളിൽ കൊടുത്തെടുത്തതിന് ശേഷം നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ തേനീച്ചയ്ക്ക് നമുക്ക് കാലുകളൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബ്ലാക്ക് കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 3 പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ 2 പീസ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തൊരു പീസ് നൂല് ഇതിനുള്ളിലൂടെ ഇട്ട് ഇതുപോലെ നമുക്കിവിടെ കെട്ടിക്കൊടുക്കണം. വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിയിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള നൂല് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള നൂല് അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മളിതിൽ ഒരു നൂല് വെച്ച് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കാണ് വരേണ്ടത്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് ചെറുതാക്കുന്നുണ്ട്. ഇപ്പം നമുക്കത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ കുറച്ചെണ്ണം കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. വെറും തേനീച്ചകളെ മാത്രം ഒട്ടിച്ചാൽ നമ്മുടെ തേനീച്ചക്കൂടെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമുക്കതിൽ 2 പൂക്കൾ കൂടെ ഒട്ടിച്ചെടുക്കണം. പിസ്ത ഷെൽസ് വെച്ച് നമുക്ക് പൂക്കളും ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച റൗണ്ട് പീസിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ പിസ്ത ഷെൽസ് ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ നടുക്കും നമ്മളൊരു പിസ്ത ഷെൽസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ഇതുപോലെ തന്നെ വേറെ ഒരു ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ നിന്നും ഇലകളും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇലകളുടെ വെയിൻസിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണേ. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇതിനെല്ലാം നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ അതിനെല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് ആദ്യം ഇലകളും പൂക്കളും ഒട്ടിച്ചെടുക്കാം. ഇലകൾ കുറച്ച് വലുതായി പോയിട്ടുണ്ട്, ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യാമായിരുന്നു. ഇലകളും പൂക്കളും നമ്മൾ ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന തേനീച്ചകളെ കൂടെ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടമായവർ ഓരോ ലൈക്ക് തരാൻ മറന്നു പോകരുതേ. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പൂക്കളും ഇലകളും ഒട്ടിച്ചെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മളിത് കുറച്ച് ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.